ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായി. കയറാനുള്ള ഒരേ ഒരു പാസഞ്ചറാണ്. അപ്പോൾ ഈ ഒരു പാസഞ്ചറിന് വേണ്ടിയാണ് ബസ്സിൽ വരുന്നത് അല്ലേ. 1 കിലോമീറ്റർ പോലും ഇല്ലാത്തൊരു ദ്വീപ്. അവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ താമസിക്കുന്നു. ഭയങ്കര രസമല്ലേ, കേൾക്കുമ്പോൾ തന്നെ കൗതുകമല്ലേ. അവിടെ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ആൾക്കാർ സർവൈവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ജീവിക്കുന്നത്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ ബിത്രയിൽ പോകാം. ഒരേ ഒരു ഹോട്ടലായിരുന്നു ബിത്ര ദ്വീപിലെ ഒരേ ഒരു റോയൽ ഹെറിറ്റേജ് ഇതാട്ടോ. 1964 പ്രത്യേകത ഞാൻ കാണിച്ചത് ബിത്ര ദ്വീപിന്റെ ഗ്രൂപ്പാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ വോയിസ് ഇടുകയാണ്. ഈ നാട്ടുകാരുടെ സ്നേഹം എന്താണെന്ന് നമുക്കിപ്പോൾ അറിയാം. ഓക്കെ, 3 വയസ്സ് കഴിഞ്ഞു. 63 വർഷമായിട്ട് ബിത്രയിൽ തന്നെയാണ് ജീവിതം. എവിടെ ഇരുന്ന് കഴിക്കലാണ്? ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സാധനം കേട്ടോ സൈക്കിൾ. അപ്പൊ ഞങ്ങളും എക്സൈറ്റഡ് ആണ് ബിത്ര കാണാൻ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മളെ കൂടെയുള്ള മിക്ക ആൾക്കാരും ആദ്യമായിട്ടാണ് ഇതുപോലെ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ഒരുപാട് പ്രായമായി പ്രായമൊന്നും ആളല്ല കേട്ടോ. ഇത്ര ഭയങ്കര ഹരമുള്ളതെന്നൊരു കേട്ടിട്ട്. അപ്പൊ ഒന്ന് പോയി ഒന്ന് കാണണം, ആസ്വദിക്കണം, പഴയ ജീവിതം എങ്ങനെയെന്നല്ല മനസ്സിലാക്കണം. അങ്ങനെ പണ്ടേയുള്ള ആഗ്രഹമാണ്. വെരി ഗുഡ്, വലിയ സന്തോഷത്തിലാണ്, കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പറയാൻ ഏകദേശം ഒരു 4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ബിത്ര 4.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ബിത്ര എത്താറായി. എല്ലാ ദ്വീപുകാരെങ്കിലും ഗർഭിണി യാത്ര എല്ലാ ദ്വീപും ഒരുപോലെയാണെങ്കിലും വ്യത്യാസമുണ്ട്. ബിത്ര എന്തോ ഒരു പ്രത്യേകത തോന്നുന്നു. ബിത്രയുടെ ഫസ്റ്റ് ഗ്ലിംസ് ഭയങ്കര ബിത്രയിൽ എത്തിക്കഴിഞ്ഞാൽ ബോട്ടിൽ ഇറങ്ങി വേണം ബിത്രയിൽ എത്താൻ അല്ലേ. അപ്പൊ ആർട്ട് സാറിന് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. After 4.5 hours journey, tiring journey, and we are reaching Bitra now, and we have to get down at board and we are മലയാളത്തിൽ പറഞ്ഞാൽ ഇല്ല 4.5 മണിക്കൂർ അക്ബർ സാർ അങ്ങനെ വെസലിൽ ഇറങ്ങാൻ പറ്റിയിട്ടില്ല, ബോട്ടിൽ തന്നെ ഇറങ്ങണം. സമാനമായി, സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. ഞങ്ങൾക്ക് എന്തായാലും വെസലിൽ ഇറങ്ങാം. വെസലിൽ മീൻസ് ഞങ്ങൾ ബോട്ടിൽ ഇറങ്ങിയിട്ടാണ്. ബോട്ടിൽ ഇറങ്ങിയതിന് ശേഷമാണ് പറയുന്നത് വെസലിൽ ജെട്ടിയിൽ അടുക്കുന്നത്. ജെട്ടിയിൽ ബർത്ത് ചെയ്യുന്നത് ഭയങ്കര റെയറായിട്ടാണ്. ഇതിനു മുമ്പ് 1-2 തവണ മാത്രമേ ഇവിടെ ബർത്ത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇറങ്ങിയതിന് ശേഷം വീണ്ടും ജെട്ടിയിലേക്ക് ബർത്ത് ചെയ്യാൻ പോകണം വെസ്സിൽ. അപ്പോൾ ഞാൻ കരുതി ഞങ്ങൾ ഇറങ്ങി എന്തായാലും അക്ബർ സാറൊക്കെ ഇനി വർത്താനം കേൾക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു. അത് സാധിക്കില്ല, മാത്രം ഇങ്ങനെ ഇറങ്ങാൻ സമ്മതിക്കത്തില്ല. ഞാനും അതുകൊണ്ട് ബോട്ടിൽ ചാടി ഇറങ്ങിയതല്ല, ഇറങ്ങി പെട്ടുപോയതാണ്. എന്തായാലും നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റുമല്ലോ ബർത്ത് ചെയ്യുന്നത് അല്ലേ. ഇവിടെ നിന്ന് കാണാൻ പറ്റും, അതൊരു രസമുള്ളൊരു കാഴ്ചയാണ് അല്ലേ. ഇതാണ് ബിത്ര. അത് ബിത്രന്ന് എല്ലാവർക്കും അറിയാം. അല്ല, ഇത്ര മാത്രമായിട്ട് വലിയ ലഗൂണുള്ള, ഏറ്റവും വലിയ ലഗൂണ് ഉള്ള ലക്ഷദ്വീപിലെ ആൾതാമസമുള്ള ഐലൻഡാണ്. ലക്ഷദ്വീപിലെ ആൾതാമസം കുറഞ്ഞ് ഉള്ള ഏറ്റവും വലിയ ലഗൂണുള്ള ചെറിയ ഐലൻഡ്. ഇവിടെ നിന്ന് കയറാനുള്ള ഒരേ ഒരു പാസഞ്ചറാണ്. അപ്പോൾ ഈ ഒരു പാസഞ്ചറിന് വേണ്ടിയാണ് ബസ്സിൽ വരുന്നത് അല്ലേ. ഈ ഒരാൾ മാത്രമേ ഇവിടെ നിന്ന് കയറാനുള്ളൂ. ആകെ 250 ആൾക്കാരുണ്ട്. അപ്പോൾ ഇയാൾ കൂടി കയറി കഴിഞ്ഞാൽ 249 അവിടെ.
ജെട്ടിയിലൂടെ നടന്ന് നമ്മളിപ്പോൾ നേരെ ബിത്ര ദ്വീപിലേക്ക് കയറാൻ പോകട്ടോ. എൻ്റെ പിന്നിൽ കാണാനാണ് ബിത്ര ദ്വീപ്. എനിക്ക് തോന്നുന്നു ബിത്ര എന്ന ദ്വീപിനേക്കാളും വലുതാണ് ബിത്രയിലെ ജെട്ടി എന്ന് തോന്നുന്നു. കാരണം കണ്ടില്ലേ, ഫുള്ള് എൻ്റെ ബാക്കിൽ ഫുള്ള് ബിത്ര ദ്വീപ് കാണാം. ഇത്രേ ഉള്ളൂ ബിത്ര ദ്വീപ്. നമുക്കിനി കൂടുതൽ ബിത്ര കാഴ്ചകൾ നമ്മൾ കാണാൻ പോകണം. ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വെറും ഒരു 100-150 ആൾക്കാർ അല്ലെങ്കിൽ 200 താഴെ ആൾക്കാർ താമസിക്കുന്ന ഒരു ദ്വീപ്, 1 കിലോമീറ്റർ പോലും ഇല്ലാത്തൊരു ദ്വീപ്, അവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ താമസിക്കുന്നു. ഭയങ്കര രസമല്ലേ? കേൾക്കുമ്പോൾ തന്നെ കൗതുകമില്ല. അവിടെ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ആൾക്കാർ സർവൈവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ജീവിക്കുന്നത്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ ബിത്രയിൽ പോകാം. നിങ്ങളെവിടെ സ്ഥിര താമസക്കാരെയാ? സ്ഥിരം ബിത്രക്കാരേനെ? എല്ലാം ബിത്രക്കാരല്ലേ? ഓക്കെ. വന്ന് കാടുവാം. ബാക്കിയുള്ളതെല്ലാം ബിത്രക്കാരെ. അതായത് ഇവിടെ ഒരു 250 ആൾക്കാരുള്ളതെന്ന് ഒരു 5-6 ആൾക്കാർ ഇവിടെ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ വന്നിറങ്ങി. ഇവിടുത്തെ ഒരേ ഒരു ഭക്ഷണശാല ഉണ്ട്, ഒരേ ഒരു ഹോട്ടലിൽ. ഒരേ ഒരു ഹോട്ടലായത് ഒരേ ഒരു ഹോട്ടലിൽ ബിത്ര ദ്വീപിലുള്ള ഒരേ ഒരു ഹോട്ടലാണ്. ഭയങ്കര സർപ്രൈസ് ആണ്. ഞാൻ പറയേണ്ട ഒന്നാണത്. അലിയുൽ ഷെയ്ഖ് ഇവിടെ എത്തി. ഇയാളാണ് ഇവിടെ മെയിൻ. ഇവിടെ ഇപ്പൊ ബ്ലോഗർ ഇവിടെ മെയിനുള്ള ബിത്ര രാവിലെ കടത്തി കൂടി ചെല്ലല്ലേ അവിടെ വന്നെ ഒരേ ഒരു ഹോട്ടൽ. അത്താനാണ് ഈ ഹോട്ടൽ. ഓക്കെ ഓക്കെ. അത്താണി ഹോട്ടലാ? അപ്പൊ അത്താണി ഹോട്ടലാണ് ഇവര്? അത്താണി ഹോട്ടലാ? അല്ലേ? കാണാൻ ഒരുപാടുണ്ട്. കൗതുകം നിറഞ്ഞ കുടിക്കാൻ എന്താ ഉള്ളത്? റോസ് മിൽക്ക്, ലൈം. വിത്തൗട്ട് ലൈം എടുത്തോ. റോസ് മിൽക്കിനാണ് ഇവിടുത്തെ ഏറ്റവും റോയൽ ഡ്രിങ്ക് അല്ലേ? ഇവിടെ കിട്ടുന്ന ഏറ്റവും വില കൂടിയ ഡ്രിങ്ക് റോസ് മിൽക്കാണ്. ബിത്ര ദ്വീപിലെ ഒരേ ഒരു റോയൽ ഹെറിറ്റേജ് ഇതാട്ടോ ഇവിടുത്തെ ഡാക്ക് ബംഗ്ലാവ് അല്ലേ? അപ്പൊ ഞങ്ങളുടെ ഡാക്ക് ബംഗ്ലാവിലാണ് നമ്മുടെ താമസം. നമ്മുടെ താമസം ഇവിടെയാണ്. നമ്മുടെ താമസം എല്ലാവരും നമ്മുടെ വന്ന എല്ലാ ഗ്യാങ് താമസിക്കുന്നത് ഇവിടെയാണ്. അപ്പൊ ഇവിടെ അവസാനമായിട്ട് ഞാൻ റൂമിലോട്ട് കയറുന്നത് ഞാനാണ്. എവിടെ റൂമകത്ത് അതെ അതെ അതെ, ഈ വരി പോയിക്കോ. ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹെവി സെറ്റപ്പ് നിങ്ങൾക്ക് കാണണ്ടേ? അതായത് നമ്മുടെ എന്താ പറയാ, ഏറ്റവും റോയൽ റൂമാണ് ബിത്ര ദ്വീപിൽ കിട്ടാവുന്ന ഏറ്റവും റോയൽ റൂമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. ഇവിടുത്തെ ഡാക്ക് ബംഗ്ലാവ് ഇതാണ്. ഇവിടുത്തെ ബംഗ്ലാവ് ഇതൊരു റൂമും ആൾക്കാരുണ്ട്. കമോ ഇതേ 1964 ഉദ്ഘാടനം ചെയ്ത ബിൽഡിംഗ് ആട്ടത് മോർക്കോത്ത് രാമുണ്ണി എന്നുള്ള അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ. 64 ഇത് ഭയങ്കര സെറ്റപ്പ് ആയിരിക്കണം അല്ലേ? 64 എന്ന് പറയുമ്പോൾ എത്രയോ വർഷങ്ങൾ മുമ്പല്ലേ? ആ സമയത്തൊക്കെ ഈ റൂം ഭയങ്കര സംഭവമായിരിക്കും. പക്ഷെ അന്നത്തെ ആ ഒരു സെറ്റപ്പ് തന്നെ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഏറ്റവും റോയൽ റൂം. AC ഒക്കെ ഉണ്ട്. ബിത്രയില് നമുക്ക് ഇതുപോലുള്ള ഫെസിലിറ്റീസ് വേറെ എവിടെ നിന്നും കിട്ടില്ല. ബെസ്റ്റ് ഫെസിലിറ്റി ദാറ്റ് വി വിൽ ഗെറ്റ് ഫ്രം ബിത്ര. അപ്പൊ ഇതാണ് നമ്മുടെ റൂം. ബാക്കി കാഴ്ചകൾ വഴിയെ കാണാം. ഞാനിപ്പോ നമ്മുടെ അലിയുൽ ഷെയ്ഖിന്റെ കോട്ടേഴ്സിനകത്താണ്. അപ്പൊ നമുക്ക് ബിത്ര റൗണ്ട് ചെയ്യാൻ ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട്? ബിത്ര 1 കിലോമീറ്റർ പോലും ഇല്ല. 1 കിലോമീറ്റർ പോലും ഇല്ല. 1/2 കിലോമീറ്റർ. 1/2 കിലോമീറ്ററിന് താഴെ ബിത്ര ദ്വീപ് ഉള്ളൂ. അപ്പോൾ ഒരുപാട് കൗതുകങ്ങൾ നിറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ലക്ഷദ്വീപ് തന്നെ കൗതുകം ജനിപ്പിക്കുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ ഞങ്ങൾ ലക്ഷദ്വീപുകാർക്ക് തന്നെ കൗതുകം ജനിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ബിത്ര എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു സൈക്കിൾ വേണമെന്ന് പറഞ്ഞിട്ടോ. ഞാനിപ്പോൾ സൈക്കിൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സൈക്കിൾ വേണമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് കണ്ടോ? എന്ന് വെച്ചാൽ നമ്മുടെ ബിത്ര ദ്വീപിന്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചത്. ഈ ബിത്ര ദ്വീപിന്റെ ഗ്രൂപ്പാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ വോയിസ് ഇടുകയാണ്. ഈ നാട്ടുകാരുടെ സ്നേഹം എന്താണെന്ന് നമുക്കിപ്പോൾ അറിയാം. ഓക്കെ. അസ്സലാമു അലൈക്കും. അലിയുൽ ഷെയ്ഖേ, മറ്റേ നമുക്കൊരു സൈക്കിൾ വേണം. ഞാൻ ഒന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഞങ്ങൾക്ക് സൈക്കിളും തന്നെ നല്ലതാണ് എന്ന് റിപ്ലൈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടേക്കാണ് സൈക്കിൾ വേണമെന്ന് പറഞ്ഞിട്ട്. സൈക്കിൾ ഇവിടെ വളരെ ചുരുങ്ങിയ സൈക്കിളേ ഉള്ളൂ. എനിക്ക് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. സൈക്കിള് കുറവാണ്. എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയാ, ഒരു 1-2 സൈക്കിൾ കാണുമായിരിക്കില്ല. അപ്പൊ സൈക്കിൾ വേണമെന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ മെസ്സേജ് ഇരിക്കുകയാണ്. ഞാൻ കണ്ടിട്ടില്ല സൈക്കിൾ കണ്ടില്ല. ഉണ്ടെങ്കിൽ ഒന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. അപ്പൊ സൈക്കിൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ള പ്രതീക്ഷയാണ് അല്ലേ? വാട്സപ്പിൽ ഒരു വോയിസ് അയച്ചേക്കാണ്. നമുക്ക് കാണാം എന്തായാലും.
ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലം ഇതാണ്, ഞാൻ നേരത്തെ കാണിച്ച ഡാർക്ക് ബംഗ്ലാവ്. അവിടുന്ന് സത്യത്തിൽ ലക്ഷദ്വീപിന്റെ ബ്യൂട്ടി ശരിക്കും ആസ്വദിച്ചത് ബിത്തരുടെ അത് വടക്ക് ഭാഗത്തുള്ള എന്താണ് പറയാൻ, ആ വടക്ക് ഭാഗത്തുള്ള ബീച്ചിൽ പോയാലാണ് ലക്ഷദ്വീപിന്റെ ബ്യൂട്ടി ശരിക്കും ലൈഫിൽ എൻജോയ് ചെയ്തിരുന്നത്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്രയും കാലത്തിനിടയ്ക്ക് ഇപ്പോഴാണ് ലക്ഷദ്വീപിന്റെ ബ്യൂട്ടി എൻജോയ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ ബിത്രയുടെ ഒരു മനോഹാരിത എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ നമ്മുടെ ഹോട്ടലിലെത്തി. ഒരേ ഒരു ക്യാൻറ്റീൻ. ആൾക്കാരൊക്കെ ഭയങ്കര റിലാക്സിങ് മൂഡിലുള്ള ആൾക്കാരായിട്ട് ഇവിടെ കിടക്കുന്നുണ്ടോ? ബിത്ര തന്നെയാ? എത്ര വർഷമായി ഇവിടെ ഹോട്ടൽ? അത് ശരി, ഹോട്ടലിലെ ഓണറാണോ? പേര് ചെറിയ പോയ. ഓക്കെ. എത്ര വർഷമായപ്പോൾ ഇത് ഹോട്ടൽ തുടങ്ങി? 4 വർഷം അല്ലേ? 4. പഞ്ചായത്തുകാരന് കൊട്ടേഷൻ എടുത്താണ്. അങ്ങനെ 4 വർഷമായപ്പോൾ. 4 വർഷമല്ലേ? 4 മാസം. 4 മാസമായത്. ഇല്ല, പക്ഷെ വർഷങ്ങളായിട്ട് ഈ ഹോട്ടലുണ്ട്. ആൾക്കാരെങ്ങനെ മാറി മാറി. ഓക്കെ. അപ്പോൾ ഇവിടെ എത്ര മണി വരെ ഉണ്ടാവും? രാവിലെ എത്ര മണിക്ക് തുറക്കും? 12 മണി വരെ ഉണ്ടാവും. രാവിലെ എത്ര മണിക്ക് തുറക്കും? 4 മണിക്ക് തുറക്കും. ഇയർലി മോർണിംഗ് 4 മണിക്ക് തുറക്കും. 4 മണിക്ക് ആളുണ്ടാവും. 4 മണിക്കാണുണ്ടാവും. ആവശ്യക്കാർക്ക് തന്നെ ചായ കൊടുക്കും. ആവശ്യക്കാർ വന്ന് ചായ കൊടുക്കും. 4 മണി മുതൽ രാത്രി 12 മണി വരെ ഈ ഹോട്ടൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഭയങ്കര റിലാക്സിങ് മൂഡാണ്. ഇവിടെ എത്ര വർഷമായി? ബിത്രയിൽ എത്ര വർഷമായി ജീവിക്കാനായിട്ട്? ജീവിതം മുഴുവൻ ബിത്രയിലാണ്. ജീവിതം മുഴുവൻ ബിത്രയിൽ. എത്ര വയസ്സുണ്ട് ഇപ്പം? അതായത് 57 വയസ്സ്. അതായത് ആധാറിൽ എന്ത് ചെറിയ വ്യത്യാസമുള്ളതുകൊണ്ട് 63 വയസ്സായി. 63 വയസ്സ് കഴിഞ്ഞു. 63 വർഷമായിട്ട് ബിത്രയിൽ തന്നെയാണ് ജീവിതം. ജനിച്ച ഇവിടെ തന്നെയാ? ജനിച്ച ഇവിടെ മുതൽ ഈ എത്ര 1 കിലോമീറ്റർ ഇല്ലല്ലോ? 0 പോയിന്റ്. വല്ലപ്പോഴും പുറത്ത് എവിടെയെങ്കിലും പോയിനെ? എല്ലായിടത്തും പോയി, എല്ലാ നാട്ടും പോകുന്നു. ഓക്കെ. എന്നാലും പക്ഷേ ജനിച്ചത് മുതൽ ഇത്രയും വർഷം ഇവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. പേരെന്നാ പറയും? ചെറിയ പോയ. വിളിക്കുന്നതിന് ജായ. ഓക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെ വിളിക്കാം. ജായാണ് ഇത്രയുടെ ജായ. ഇത്രയും വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ ജീവിച്ചു വരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകട്ടോ. എന്താണ് ഫുഡ് എന്ന് നോക്കാം. ഉച്ചയ്ക്ക് ഫുഡ് എന്നാ? ഫുഡ് ചോറ്, ചിക്കൻ, പപ്പടം, സലാഡ്, അച്ചാറ്. റോയൽ ഫുഡാണ്. അപ്പോൾ എന്തായാലും ഹോട്ടലിനകത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല, എല്ലാവരും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനാണ് പ്ലാൻ. ഹലോ, ഹായ്. ഭക്ഷണം റെഡിയായോ? റെഡിയാണോ? ഭക്ഷണം കിട്ടുമോ? ഇപ്പോൾ കിട്ടുമോ? ഓക്കെ. അപ്പോൾ ഭക്ഷണം സെറ്റാക്കി തന്നെ നമുക്ക് പുറത്തിരുന്ന് കഴിക്കാമല്ലോ അല്ലേ? നല്ല കാറ്റും കൊണ്ടിരുന്ന് കഴിക്കാൻ പറ്റും. നമ്മുടെ ജായി എത്തി. ഇരുന്ന് കഴിക്കണം. എങ്ങനെ എവിടെ ഇരുന്ന് കഴിക്കലാ? ഓക്കെ. എവിടെ ഇരുന്ന് കഴിക്കാന്ന് പറഞ്ഞാൽ നല്ല ചിക്കനൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റി ഫുഡ് എന്നാണ് കാണുമ്പോൾ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. കഴിച്ചു നോക്കാം. എങ്ങനെയാണ് നമുക്ക് കഴിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. ടേസ്റ്റുള്ളാണല്ലേ? ഇവിടെ എല്ലാം ടേസ്റ്റുള്ളതാണ്. ഭയങ്കര കോൺഫിഡൻസിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ടേസ്റ്റുള്ള ഫുഡായിരിക്കും. ഇവിടെ വർക്ക് ചെയ്യണോ? എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? എക്സിക്യൂട്ടീവ് ഓഫീസർ. ഓക്കെ. എത്ര വർഷമായപ്പോൾ ഇവിടെ? 3 മാസം. എങ്ങനെയുണ്ട് ഇവിടെ ലൈഫ്? അടിപൊളി ലൈഫ്. എങ്ങനെ ടൈം പാസ് അല്ല? എങ്ങനെയുണ്ട് ടൈം പാസ്? മീൻപിടുത്തം ഓഫീസിന്റെ പിന്നെ ഒരു ടൈം കിട്ടിയല്ലേ, എന്നാലും കിട്ടിയ ടൈം ജെട്ടി. ആണല്ലേ? ഏത് ദ്വീപ്? ഏത് നാട്? കിട്ടി, ഫുഡ് കിട്ടി. ഏത് നാട്? കിളുത്താണ്. കിളുത്തനം കമ്പാരിറ്റീവ്ലി ചെറിയൊരു ദ്വീപാണ്. പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ഫുഡ് ആയിട്ട് ഞാനും പുറത്തിറങ്ങി കേട്ടോ. നല്ല ടേസ്റ്റി ഓപ്പൺ ആയിട്ട് ഫുഡ് അടിക്കാൻ പറ്റിയ സ്ഥലം. നല്ല വൈബ് സ്ഥലം അല്ലേ? ബെസ്റ്റ് ഫുഡ് എങ്ങനെയുണ്ട്? കൊള്ളാം. ഫുഡും കൊള്ളാന്ന് പറയുന്നത്. ഫുഡപ്പോൾ കഴിച്ചു നോക്കാം. അടിപൊളിയാണ്. നല്ല ടേസ്റ്റി ഫുഡ് അല്ലേ? സൂപ്പർ ഫുഡാട്ടോ. നല്ല ടേസ്റ്റി ഫുഡാണ്. രസമുണ്ട്. നല്ല ഫുഡാണ്. എല്ലാവരും വന്നെത്തി. എവിടെ പോയി? പള്ളി പോയിട്ട് ഇവിടെ പള്ളി
നല്ല പള്ളിയാണ്. പള്ളിയിൽ ഇമാമോടെ അവിടെ നിസ്കരിച്ചിട്ട് വന്ന് ഭയങ്കര റാഹത്താണ്. അടുത്ത ഫുഡാണ്. താങ്കളുടെ പേര് ചെറിയവയുടെ കടയിൽ ജായ 63 വർഷമായിട്ട് വിത്രയിൽ ജീവിക്കുന്ന മനുഷ്യനാണ്. ജനിച്ചതെല്ലാം ഇവിടെ. മിത്രക്കാരൻ്റെ എനിക്ക് ഫുഡ് കിട്ടിയിട്ടില്ല. പക്ഷേ മറ്റു യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് കഴിച്ച സാധിക്കാണ്. കഴിഞ്ഞ രാത്രി നമ്മുടെ ഇതെല്ലാം ആദ്യമായിട്ട് എടുക്കാൻ പോയപ്പോൾ പക്ഷെ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമേ ഇവിടെ ആദ്യമായിട്ട് കഴിച്ച സാധിക്കാനാണ്. അതുകൊണ്ട് സാധിക്ക് പറയുന്നത് ഓക്കെ ആയിക്കോട്ടെ. ഇവിടെ ജൂനിയർ വെച്ചാൽ തുടങ്ങി. ജൂനിയർ കഴിച്ചിട്ട് രണ്ടാമത്തെ ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കുന്നതാണ്. ഇവിടെ ഉള്ളവർക്ക് സാധിക്കുന്ന വളർച്ചയേ ഉള്ളൂ എന്നാണ്. ചോറാണ്. ജീവിതത്തിൽ ഒരിക്കലും ഇത്ര കാണാൻ ഓരോ സ്കൂൾ ജീവിതത്തിൽ റിട്ടയർമെൻ്റ് ഉണ്ടാവും പോലെ നമ്മുടെ ലക്ഷദ്വീപുകാർക്ക് കപ്പൽ കയറാനും ഇറങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാകുന്ന സമയത്ത് ഇത്ര കാണേണ്ടത് അത്യാവശ്യം. ചൂട് കൂടുതലാണെങ്കിലും മനസ്സിന്റെ സന്തോഷം കൊണ്ട് ഞങ്ങൾക്ക് ചൂട് അറിയുന്നില്ല. വൈകുന്നേരമാണ് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നത്. ബാക്കി കാഴ്ചകളൊക്കെ വൈകുന്നേരം കാണും. ഓക്കെ, സത്യം പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുത്താൻ ഒരു സമയം നമുക്ക് തോന്നുന്നില്ല അല്ലേ? വല്ലാത്തൊരു ഫീലാണ് ഇവിടുത്തെ വീടും ഇവിടുത്തെ ആളുകളും. 30 വർഷം ബാക്കിലോട്ട് പോയത് ചിക്കൻ കുറുമയും നെയ്ച്ചോറും അത് തന്നെ. ഫസ്റ്റ് ഗ്ലിംസിനെ കുറിച്ച് എന്താ പറയാണ്ട്? ഇപ്പൊ വിത്തിൽ വന്ന് ഇറങ്ങിയ ശേഷം ഒരു ഫസ്റ്റ് വിത്തിൽ വന്ന് ഇറങ്ങിയപ്പോൾ എന്തോ എവിടെ ഏതോ ഒരു മറ്റേ ഒരു ഫോറിൻ രാജ്യത്തൊന്ന് ഇറങ്ങിയ രീതിയാണ് നമുക്ക് തോന്നുന്നത്. നാച്ചുറൽ ബ്യൂട്ടിയും ഇതൊക്കെ എവിടെയോ എന്നും ഇതുവരെ ലക്ഷദ്വീപിൽ കാണാത്ത ഒരു അനുഭവം, ഒരു അനുഭൂതിയാണ്. അതായത് നമ്മൾ ദ്വീപുകാരായിട്ട് നമുക്ക് ഭയങ്കര കൗതുകം ഉളവാക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ലക്ഷദ്വീപ്, ബിത്ര അല്ലേ? ദ്വീപുകാരായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തീർച്ചയായിട്ടും അതെ 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 ലക്ഷദ്വീപിന്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ബിത്രയിൽ വേണം. അത്രയുള്ളൂ അല്ലേ? ഇതിന് റിപ്ലൈ അലീഷയ്ക്ക് കിട്ടി കഴിഞ്ഞു. അലീഷയ്ക്ക് എന്നാ റിപ്ലൈന് സൈക്കിൾ കിട്ടിയാ? റിപ്ലൈന് സൈക്കിൾ സൈക്കിൾ തരുമോ? അത്രേ ഉള്ളൂ. ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ച് സൈക്കിൾ കിട്ടി. നമുക്ക് സൈക്കിളായിട്ടൊന്ന് ഐലൻഡിൽ എക്സ്പ്ലോർ ചെയ്യണം അല്ലേ? ഞങ്ങളിവിടെ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് റൂമിലേക്കല്ല, ചുമ്മാ നടക്കുമ്പോൾ ഇവിടെ ഒരു മത്സരം നടക്കുകയാണ്. ഇവിടെ അലീൽ ഷെയ്ഖിൻ്റെ നേതൃത്വത്തിൽ എന്തോ ഒരു പരിപാടി നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ആളും ബഹളവും ഒക്കെ ഉള്ളൊരു പരിപാടിയായിരിക്കും. പക്ഷേ ഇവിടെ എന്താണ് പരിപാടി? ഇവിടെ നമ്മളിന്ന് ഡിഫറെൻ്റ്ലി ഏബിളായിട്ടുള്ള കുട്ടികൾക്കുള്ള പരിപാടിയാണ് സ്മാർട്ട് ഉത്സവം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്മാർട്ട് ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടി കേട്ടോ. അപ്പോൾ അതൊരു സംഭവം ഗ്രാൻഡായിട്ട് മറ്റേത് ഇവിടെ നടത്തുന്ന പരിപാടിയാണ്. ഇവിടെ കണ്ടോ, ഇവിടെ നമ്മുടെ നാടിൻ്റെ വലിപ്പത്തിനനുസരിച്ച് 4-5 കുട്ടികളുണ്ട്. അവർക്കുള്ള മത്സരം നടക്കുക അല്ലേ? സ്മാർട്ട് ഉത്സവം 7 പേരുണ്ട്. 7 പേർക്കുള്ള മത്സരം ഇപ്പോൾ നടക്കാൻ പോവാണ്. സ്പൂൺ എന്താണ് ഈ മത്സരത്തിൽ? ലെമൺ വിത്ത് സ്പൂൺ നടക്കാൻ പോവാണ്. അപ്പോൾ ഒരു പരിപാടി കഴിഞ്ഞു അതല്ലേ? ഇതോടെ അല്ലേ? പരിപാടി സെറ്റ്. ഓക്കെ കണ്ടില്ലേ? ഇവിടെ എല്ലാം ഇങ്ങനെ രസകരമായിട്ടുള്ള പരിപാടികളാണ് കണ്ടില്ലേ? ഒരു സ്മാർട്ട് ഉത്സവം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ബഹളവും ആൾക്കാരും അതും ഇതൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ സിമ്പിളായിട്ട് കഴിഞ്ഞു. എൻ്റെ മുമ്പിൽ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുക മത്സരം. വിത്ര റൂമിലെ റിലാക്സിങ് ടൈമാണിത്. നമ്മുടെ ലാവിഷ് ആയിട്ടുള്ള ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് ഡാക്കൽ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. അതിനിടയിൽ അക്ബറിൻ്റെ ശരിയായ രൂപം കാണാൻ പോകുന്നേ ഉള്ളൂ. മനസ്സിലാകും പോയിട്ട് ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ റിലാക്സിങ് ടൈമാണ്. അതിന് ശേഷം ഇനിയിപ്പോൾ ഒരു 4 മണി ഫുഡ് ഒരു രക്ഷയില്ല. സൂപ്പർ ഫുഡാണ് അല്ലേ? അടിപൊളി ഫുഡ് ഞങ്ങൾ അഭിപ്രായം കേട്ടു. അവിടെയുണ്ട്. ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറയുന്നത് ഒന്നും സംഭവം ബിത്ര എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല അല്ലേ? പക്ഷെ ഒരു പ്രശ്നമുള്ളത് ഇത് തിന്നു കഴിഞ്ഞ ഉടനെ തന്നെ ആ എമൗണ്ട് ഇങ്ങനെ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നത് എത്ര വലിയ ശരിയായിട്ട് കൂടിയതേ
അലിൽ ഷെയ്ഖും കൂടി ഞങ്ങൾ ഇറങ്ങിയതാണ്. ഒരു സൈക്കിൾ തേടി ഇറങ്ങിയാണ്. സൈക്കിൾ ഹണ്ടിങ് ആണ്. അവർ പറഞ്ഞു വാട്സപ്പിൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ, ആ സൈക്കിൾ തേടി ഇറങ്ങിയതാണ്. ഇവിടെ വളരെ പരിതാപകരമായിട്ടുള്ള മീൻസ് ലിമിറ്റഡ് ആണ്, സൈക്കിളൊന്നും അവൈലബിൾ അല്ലാത്തൊരു സിറ്റുവേഷനിൽ 1-2 സൈക്കിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ സൈക്കിൾ തേടി വന്നിരിക്കുകയാണ്. ഇത് നമ്മളിത് ഈ വീട്ടിൽ അതേ സൈക്കിൾ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സാധനം കേട്ടോ സൈക്കിൾ. പേരണന്ന് നമ്മളെ പേരണന്ന് എന്നത് പേരണത് മുനവറും എവിടെ കൂതാൻ പോണ്ടാ കൂതിൻ്റെ എവിടെ മുത്തുപേര് എവിടെ സൈക്കിൾ കിട്ടിട്ടോ നമുക്ക്. സൈക്കിൾ തന്നവരാണ് പേരണേ യൂസുഫ്. നമ്മുടെ യൂസുഫാണ് നമുക്ക് സൈക്കിൾ തന്നത്. ഈ സൈക്കിളിലാണ് നമ്മൾ ബിത്ര ചുറ്റാൻ പോകുന്നത്. ഈ സൈക്കിളിൽ മാക്സിമം ഒരു 5-10 മിനിറ്റ്, അതിൽ കൂടുതൽ നമുക്ക് റൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ഈ ബിത്ര തീരും. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സൈക്കിൾ കിട്ടി. എന്തായാലും നമുക്കൊന്ന് കറങ്ങി നോക്കാം അല്ലേ.